ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് ഈ ജൂൺ 10 അല്ലെങ്കിൽ ജൂൺ ഇത്രാം തീയതി മുകളിൽ എഴുതുമ്പോൾ അവർക്ക് ഒരു സംശയം, ഞാൻ ഇന്നലത്തെ വിശേഷമല്ലേ പറയണേ, പിന്നെ എന്താണ് ഇന്നത്തെ ഡേറ്റ് ഇടണേന്ന്. ഞാൻ ഈ ഡേറ്റ് ഇടുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഓർണമെൻറ്റ്സ് നോക്കുന്നവരും ഓർഡർ ചെയ്യുന്നവർക്കും ഭയങ്കര സംശയം, ഇത് ഏത് ദിവസമാണ് എങ്ങനെ പറയാമെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ജൂൺ 10 തീയതിയിലത്തെ ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആ ദിവസത്തെ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ജൂൺ 10 അല്ലെങ്കിൽ ഡേറ്റ് സൈഡിൽ ഞാൻ ഇടുന്നത് കേട്ടോ. സംഭവം 9 തീയതിയിലത്തെ വിശേഷങ്ങളാണെങ്കിലും നിങ്ങൾ കാണുന്നത് 10 തീയതിയാണല്ലോ. അപ്പോൾ 10 തീയതിയിലത്തെ യൂട്യൂബ് ചാനൽ വീഡിയോ എന്നാണല്ലോ പറയുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് കേട്ടോ. 2-3 പേരായി എന്നോട് ചോദിക്കണം എന്താണ് ഇന്നലത്തെ ഡേറ്റ് ഇടാണ്ട് ഇന്നത്തെ ഡേറ്റ് ഇടണേന്ന്. അപ്പോൾ അത് ക്ലിയറായി എന്ന് വിചാരിക്കണം. അങ്ങനെ രാവിലെ എണീറ്റു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരോടും സമാധാനമായിട്ട്, കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് സുഖമായിട്ട് അവർക്കൊന്ന് ഉറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഉറങ്ങി എണീക്കുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. പിന്നെ രാവിലേക്കുള്ള എല്ലാതും നമ്മൾ ഇന്നലെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളയപ്പോൾ മുട്ടക്കറിയായിരുന്നു. രാവിലെ എണീറ്റ് ഒരാളൊരു മുട്ടക്കറി ഉണ്ടാക്കി, ഒരാൾ കാപ്പിയും വെച്ചപ്പോൾ പരിപാടികൾ അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ രാവിലത്തെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പാക്കിങ്ങും കാര്യങ്ങളും, ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചാക്കോ അച്ഛനെ ബെന്നൂട്ടൻ്റെ കൂടെ കളിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ അക്കയുടെ വീട്ടിലാണ്, ബാക്കി ശേഷിക്കുന്നത് ഇവർ 2 പേരാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് തോന്നിയത് പാവേനെ വെച്ച് കളിക്കാനാണ്. അപ്പോൾ 2 പേർക്കും ഓരോരുത്തരുണ്ട്. ഇതിപ്പോൾ കുഞ്ഞാളുടെയാണ്, പാച്ചൂട്ടൻ്റെയാണ് കേട്ടോ. തോമുട്ടൻ്റെ കുറച്ചുകൂടി വലുതാണ്, അത് മുകളിലാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് കളിക്കാൻ തോന്നിയത് പാവേനെ വെച്ചിട്ടാണ്. അപ്പോൾ അവരിങ്ങനെ പറയുക ഡയപ്പർ ഇട്ടിട്ടില്ല പാവ, അയ്യോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പോൾ ഒച്ചുവാണ് ഇന്ന് ഈ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഓരോ സമയത്ത് ഓരോരുത്തർ കൂടെ നിൽക്കും, അല്ലാണ്ട് ശരിയാവില്ല. കുട്ടികളെ ഒന്നിച്ച് നിൽക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കൂടെ നിൽക്കണം. അങ്ങനെ നല്ല നല്ല എന്താ പറയുക തിളച്ച കാപ്പി, അത് വാനിലയുടെ മറ്റേ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ കാപ്പി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ചിലർക്ക് അത് ഇഷ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വാനിലയുടെ ഫ്ലേവറാണ്, ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ്. പക്ഷേ നല്ല ചൂട്ടോടൊപ്പം അതേ ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ നല്ല, വേറെ എവിടെയും നമ്മൾ പുറത്ത് പോകണ്ട. നമ്മൾ പുറത്തൊക്കെ പലതരം ഫ്ലേവറുള്ള കോഫിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓടിച്ചാടിപ്പോയിട്ട് 100-150 രൂപയ്ക്കും കഴിക്കും. പക്ഷേ ഇത് വേണ്ട. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, പാഷൻ ഫ്രൂട്ടിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് 2 കുട്ടികൾക്കും മറ്റേത് 5 എണ്ണം ഞങ്ങൾക്കും കൂടിയിട്ട് അത് ഡോണാണ് അത് റെഡിയാക്കിയത് കേട്ടോ, ഒഴിച്ചിട്ട്. അപ്പോൾ ഡിംപിളാകെ കഴിക്കുന്ന ഒരു ജ്യൂസാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ സംഭവം. അപ്പോൾ അതിൽ പഞ്ചസാര പൊടിച്ചിടുകയാണ് കുറച്ചുകൂടി നല്ലത്, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കലങ്ങാണ്ട് കിടക്കും. അപ്പോൾ പൊടിച്ചിട്ട് അതും ഇതും കൂടിയിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട്, അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായി കുലുക്കി മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് അടിയിൽ മുകളിൽ ഇങ്ങനെ ഊറി നിൽക്കും. അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം. ഒരു ചെറിയ പുളിപ്പൊക്കെ ഉണ്ടെങ്കിലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നലെ നമ്മളതൊക്കെ വാങ്ങിയത്. ഇന്ന് ഫുൾ ഡേ നമ്മളെല്ലാവരും ഒരുമിച്ച്, വല്ലപ്പോഴും കിട്ടുന്ന ഒരു ദിവസം, ഞായറാഴ്ച ആയാൽ പോലും നമുക്കിങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്ന ഒരു സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കറിയാതാണ് ഞാൻ ഇന്നലെ രാത്രി ആയാലും ഞാനും ഡോണും കൂടി പോയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ പതിവ് പോലെയുള്ള കാര്യങ്ങൾ, ഇതിനൊരു മുടക്കില്ല. കാരണം ഓൺലൈൻ ബിസിനസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫോണിലിരിക്കും. അപ്പോൾ ഇന്ന് ഡിവൈൻ പറയേണ്ടായിരുന്നു, ഡിവൈനെ ഒന്നിനും പറ്റിയില്ല എന്നുള്ളത്. കാരണം ഡോണും കുട്ടികളും എല്ലാവരും ഉള്ള കാരണം ഒന്നിനും പറ്റിയില്ല. ഡിംപിളിന് കുറച്ച് നേരം കിടക്കണ നേരത്ത് പാച്ചു ഉറങ്ങിയില്ലെന്ന്. അപ്പോൾ അവരവിടെ ഇരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നടന്നു. ഞാൻ എൻ്റെ പതിവുപടി എൻ്റെ കാര്യങ്ങൾ അതാത് സമയത്ത്, എന്നാലും കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിടും. മറുപടി തരാനൊക്കെ കുറേ ലേറ്റാവും. പിന്നെ എൻ്റെ കുട്ടികൾക്കറിയാം എനിക്ക് വീട്ടിലെ എന്താ പറയുക കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എപ്പോഴെങ്കിലും മറ്റേതിങ്ങനെ വെച്ചാൽ എപ്പോഴും നോക്കി ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ കുട്ടികൾക്ക് വേണ്ടി ഫ്രഞ്ച് ഫ്രൈസ് വറുത്തതാണ്. അപ്പോൾ നമ്മൾ തന്നെയാണത്, നമ്മളുടെ ഇവിടെ വറുക്കണത് തന്നെയാണ് കേട്ടോ. പുറമേ നിന്ന് നമ്മൾ ഒരു ചെറിയൊരു ഇത് വാങ്ങിക്കുമ്പോൾ നല്ല കാശാവുന്ന സമയം നിങ്ങൾ പ്രത്യേകിച്ച് അമൂലിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ നല്ലതാട്ടോ, നല്ല വലിപ്പവും കട്ടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയതാണ്. ചിക്കൻ്റെ ഒരു പീസ് എടുത്ത് വറുത്ത് അത് കിള്ളിയിട്ട് മയോണൈസ് വെച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ ഇത് ഫ്രഞ്ച് ഫ്രൈസ്, ലോഡഡ് ഫ്രൈസ് വേണ്ട. വളരെ സിമ്പിൾ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഡിവൈൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ മോൾക്ക് അതൊരു വീഡിയോ എടുക്കായിരുന്നില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ചാക്കോച്ചനെ പോയി കൊണ്ടുവരണോട് കൂടിയിട്ട് ബെന്നുട്ടൻ വന്നു. ഇതാണ് നമ്മുടെ അക്കിയുടെ പേരക്കുട്ടി ബെന്നുട്ടൻ. അക്കിക്ക് ആകെ ഒരു മോനല്ലേ ഉള്ളൂ, ഡയോൺ എന്നുള്ള ഏക പുത്രനാണ് ഇവൻ്റെ പേര്
ബെഞ്ചമിൻ എന്നാണ് കേട്ടോ, പക്ഷേ ബെന്നു ബെന്നു എന്നാണ് വിളിക്കുക. ബെഞ്ചമിൻ തന്നെയാണ് ഫുൾ നെയിം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ ഇവരുടെ പേരുകൾ വിളിക്കണില്ലല്ലോ, ബെന്നു ബെന്നു എന്ന് വിളിച്ച് എനിക്ക് അതാണ് അറിയുക. ഇനി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ തോമുവിൻ്റെ പേര് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം ഞാൻ നോക്കുമ്പോൾ ഇവാൻ തോമസ് ഡോൺ എന്നാണ്. അതുപോലെ പാച്ചുവിൻ്റെ നമ്മൾ ആലോചിക്കും കെൻഡ്രിക് ഫ്രാൻസിസ് ആൻസൺ. ഇതൊക്കെ നമ്മളുടെ കുട്ടികളുടെ ആയതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അറിയും. പക്ഷേ മറ്റ് ഇതാവുമ്പോൾ നമ്മൾ എപ്പോഴും വിളിക്കുന്ന പേരല്ലേ വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്രയും തിരിച്ച് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പാച്ചുട്ടൻ്റെ ഇന്നലെ അപ്പാപ്പൻ 2.5 മണിക്കൂർ കൊണ്ട് ഇരുന്ന് സെറ്റ് ചെയ്തതാണ് ഈ ഒരു സംഭവം. എന്താ ട്രാക്ക് ഓൺ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ആ സംഭവം കേട്ടോ, എനിക്ക് ഓർമ്മയൊന്നുമില്ല. അപ്പോൾ അവർ 4 പേരും ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ അതിൽ ചാക്കോച്ചനെ സംബന്ധിച്ച് ഇതൊന്നും അവന് മനസ്സിലാവണില്ല, അവൻ്റെ തലയിൽ കയറാത്തൊരു സംഭവമാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ അവൻ അവിടെ നിന്ന് എണീറ്റ് പോയി. കാരണം അവന് ദഹിക്കില്ല എന്ന് മനസ്സിലായി. എന്നാലും അവൻ അതിൻ്റെ സൗണ്ടിനനുസരിച്ച് അവരെ കൈയടിച്ചും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ അവർ കുറേ നേരം അതിൽ ഇരുന്നു. അപ്പോൾ ഈ സമയത്ത് ഒരാളെപ്പോഴും ഞാൻ പറയില്ലേ കുട്ടികളുടെ കൂടെ ഒരാൾ വേണം. അപ്പോൾ ഈ ചാർജ് ഡിംപിളിനെയാണ് ഏൽപ്പിച്ചത്. ഡിവൈന് കണ്ടമാനം വാഷ് ചെയ്യാൻ, അതായത് യൂണിഫോമും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ മുകളിലേക്ക് പോയി. ഇന്ന് കിച്ചണിലേക്ക് പതുക്കെ ഞാനാണ് കിടന്നത്. അപ്പോൾ ചോറ് ഓൾറെഡി അരി ഇട്ടിട്ടാണ് ഡിവൈൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അരി ഊട്ടിയോട് കൂടിയിട്ട് നമ്മളുടെ പോർക്ക് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഞാനൊരു വ്യത്യസ്തമായ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പോർക്ക് റോസ്റ്റാണ് കേട്ടോ, തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല രുചിയോട് കൂടിയിട്ടുള്ള ഒരു വിഭവമായിരുന്നു കേട്ടോ. എപ്പോഴും നമ്മൾ ഡാഡിക്ക് ഇഷ്ടം തൃശ്ശൂർ പോർക്കാണ്, അത് മതിയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എപ്പോഴും ഒരേ ടേസ്റ്റ് തിന്നണ്ടല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആ പടിയിൽ നിന്നു. അത് വേറെ ഒന്നുമില്ല, പോർക്കിൽ നമ്മുടെ മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ നമ്മളുടെ ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ 3 in 1 നമ്മുടെ മറ്റേ ഏലക്കായയുടെ ഫ്ലേവറുള്ള ചായപ്പൊടിയാണ്. ഇത് 1 കിലോനാണ്, ഇപ്പോൾ ഓഫറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1 കിലോ ആണ് 271 രൂപ. കണ്ടോ, അത്രയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 1 കിലോനുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ പാലും പഞ്ചസാരയും മറ്റേ ഏലക്കാപ്പൊടിയും പിന്നെ ഇതൊരു ചായപ്പൊടിയും ഒക്കെ ഉള്ളതാണ്. ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിലേക്ക് ഒരു 3 സ്പൂണിലേക്ക് തിളച്ച ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കോഫി റെഡി. നല്ലോണം ഒന്ന് ആറ്റിക്കഴിഞ്ഞാൽ കറക്റ്റ് മെഷീൻ കോഫിയുടെ പോലെ ആയിരിക്കും കേട്ടോ അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡിവൈൻ ഇതിങ്ങനെ എടുക്കുമ്പോൾ അപ്പം പറയും എനിക്ക് ഹോസ്പിറ്റലിൽ കിടന്ന ഓർമ്മയാണ് മമ്മീന്ന്. കാരണം നമ്മൾ പുറത്ത് പോയി ഹോട്ടലിലും ബേക്കറിയിലൊക്കെ പോകുമ്പോൾ ഈ കോഫിയാണല്ലോ കിട്ടുക. അപ്പോൾ ആ ഒരു മണവും ഫ്ലേവറും ഒക്കെ ഓർക്കുമ്പോൾ നമ്മൾ പലതരം ഓർമ്മകൾ ഓരോരുത്തർക്കും. അങ്ങനെ തോമുട്ടൻ്റെ അടുത്തൊരു സംഭവം എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ബെന്നുട്ടൻ വന്നപ്പോൾ ഓരോന്നോരോന്നെടുത്ത് കളിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെടുത്ത് കളിച്ചു. അതായത് ഒരേ കാറ് അതിൻ്റെ ഉള്ളിലിട്ടിട്ടൊക്കെ ഈ കാറിനോട് ബേസ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ് ഈ വീട്ടിൽ. ഈ ആൺകുട്ടികളല്ലേ പാവയേക്കാൾ കൂടുതൽ അവർക്കിഷ്ടം ഇതാണല്ലോ. അപ്പോൾ ഡോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാതും വളരെ സൂക്ഷിച്ചിട്ട് അടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ സിപ്പ് ലോക്കിലാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കുഞ്ഞു കാറുകൾ സിപ്പ് ലോക്കിലാണ് ഇട്ട് വെച്ചേക്കണേ. അപ്പോൾ അതിൽ നിന്ന് തുറന്ന് 4 പേർക്കും ഓരോന്നെടുത്ത് കൊടുത്തു. അപ്പോൾ അതിങ്ങനെ വെച്ചാൽ ഒരു വശത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളുള്ളവർക്കൊക്കെ അറിയാം, ഇങ്ങനെ പോയി ലാസ്റ്റിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരും. അപ്പോൾ ഇതാണ് ഗെയിം അവരുടെ. അപ്പോൾ 4 ആളും കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചു. അപ്പോൾ ബെന്നുട്ടൻ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോർക്കും പിന്നെ നമ്മുടെ മറ്റേ ഗ്രീൻ ചില്ലി റെഡ് ചില്ലി ചട്നി ഇന്നലെ വാങ്ങിയില്ലേ, അതും രസമാണ്. ഡിംപിൾ രസം വെച്ചു. ഞാൻ എന്ത് വെക്കും ചാറ് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഡിംപിൾ പറഞ്ഞു രസം ഞാൻ വെക്കാമെന്നുണ്ട്. രസം ഡിംപിൾ വെച്ചു. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിഞ്ഞു. മാമ്പഴം ഇന്നലെ വാങ്ങി തന്നെ അത് എടുത്ത് ചെത്തി അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ 2ആയി തിരിഞ്ഞു ഇവർ. അതായത് ഈ കുഞ്ഞാൾക്ക് അവരുടെ കൂടെ കളിക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ മൂപ്പര് തന്നെ ഇരുന്നിട്ട് ഇരുന്ന് കളിച്ചു. അവർ ഒരാൾ സൈക്കിളിൽ, മറ്റവരൊക്കെ ഇങ്ങനെ. അപ്പോൾ അതായത് ബെന്നുട്ടന് സൈക്കിള് ഓടിച്ച് ശീലമില്ല അത്ര. അവൻ പറഞ്ഞതാട്ടോ, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണെന്നാണ് കുട്ടി പറഞ്ഞത്. അപ്പോൾ അവൻ അതിൽ ചവിട്ടി നോക്കിയപ്പോൾ അവന് സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ട്. പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ, സൈഡിൽ വീലുള്ള കാരണം കുഴപ്പമില്ല. ഭയങ്കര ഇഷ്ടമായിട്ടോ അവന് സൈക്കിള്, ഭയങ്കര ഇഷ്ടമായി. അതിങ്ങനെ ചവിട്ടി അവൻ കുറേ നടന്നു. അത് കഴിഞ്ഞിട്ട് അക്കമാമിക്ക് കാണിച്ചു കൊടുക്കുക ഞാൻ ചവിട്ടണത് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അവൻ എന്താ പറയുക, അക്കിയുടെ ജീവനാണ് മോൻ. അപ്പോൾ
അവനും തിരിച്ച് അതുപോലൊരു സംഭവം ഉണ്ട് എന്നുള്ളത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ മനസ്സിലാവും. അപ്പോൾ അവൻ ചെയ്യുന്ന ഒരു പുതിയ കാര്യം അക്കി കണ്ടിട്ടില്ല. അപ്പോൾ അത് അക്കിയമ്മാമയ്ക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അത് ഭയങ്കര സന്തോഷം തോന്നിയിട്ട്, അപ്പോൾ ഞാൻ അവനോട് അക്കിയമ്മാമയ്ക്ക് ഒരു ഹായ് പറയുന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് ഇരുന്നിട്ട് ഹായ് ഒക്കെ പറഞ്ഞ് എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നി. അവൻ ഫുൾ ടൈം അക്കിയമ്മാമയുടെ മടിയിൽ. അത് ഇന്ന് നമ്മുടെ റോസയുടെ ഒരു വ്ളോഗ് വന്നിട്ടുണ്ട് കേട്ടോ, ARA വൈബ്സിൽ തൃശ്ശൂർ വന്നിട്ടുള്ളൊരു വ്ളോഗുണ്ട്. അതിൽ കാണാം കംപ്ലീറ്റ് അക്കിയുടെ കൂടെയുള്ള അവൻ്റെ കളിയും ചിരിയും എല്ലാവരോടും കൂടിയുള്ള അവൻ്റെ ഒരു സമ്പർക്കട്ടം കണ്ടിട്ടില്ല എന്നുള്ളൊരു നമ്മൾ അവൻ വലുതായതിന് ശേഷം ഇപ്പോഴാണ് നമ്മളെല്ലാവരും കാണുന്നത്. പക്ഷേ ഈ വീഡിയോ കോളും പേരും പിന്നെ എന്താ പറയുക മൊത്തം അങ്ങോട്ടും നമ്മൾ ആരെക്കുറിച്ച് എപ്പോഴെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സിൽ അത് എപ്പോഴും നിൽക്കുമല്ലോ. അങ്ങനെ അവനെല്ലാവരെയും പരിചയമാണ്, ഒരാളെയും പരിചയക്കുറവ് കാണിച്ചില്ല കുട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടേക്ക് അവൻ വരികയാവോ കളിക്കുക എന്നുള്ളൊരു ടെൻഷനല്ല, ഒരു സംശയം ഉണ്ടായിരുന്നു കുട്ടി പരിചയമില്ലാത്ത കാരണം എങ്ങനെയാണാവുമെന്ന്. പക്ഷെ അവൻ ഡോണിൻ്റെ കൂടെ ഓടി ഇങ്ങോട്ട് കയറി വന്നു. അപ്പോൾ വന്ന വഴിക്ക് ആദ്യം അവൻ പറഞ്ഞത് 2 o'clock അവന് പോകണം എന്നാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു 2 o'clock ആയിട്ടില്ലല്ലോ എന്നാണ് ചോദിച്ചത്. അതായത് അവന് കുറച്ചും കൂടി നിൽക്കണം എന്നുണ്ട്. അപ്പോൾ ഡിംപിൾ പറഞ്ഞു 2 o'clock കഴിഞ്ഞു, പക്ഷെ 3 o'clock ആകുമ്പോൾ പോവാം നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഹാപ്പി ആയിട്ടോ. അങ്ങനെ എന്താ പറയുക കുറേ നേരം പ്രതീക്ഷിക്കാണ്ട് ഇന്നത്തെ ഒരു ദിവസം ശരിക്കും ബെന്നുവിൻ്റെ കൂടെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തോമുവാണ് ഏറ്റവും കൂടുതൽ ബെന്നുവിൻ്റെ കൂടെ കളിക്കുന്നത് കേട്ടോ. ബെന്നുവിനും എനിക്ക് തോന്നുന്നു തോമുവിൻ്റെ ആ ഒരു ഏജല്ല ആ ഒരു വൈബാണ് കുറച്ചും കൂടി ഇഷ്ടമായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പാച്ചു ഫസ്റ്റ് വന്നപ്പോൾ ബെന്നു വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അവനും ചാക്കോവും കൂടി ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു തുടങ്ങി. ഇവർ 2 പേരും കൂടി 2 സെറ്റായി. അപ്പം ഞങ്ങൾ പറയായിരുന്നു ഇനി 3 കൂടി വരാനുണ്ട്. തക്കുട് പിന്നെ എല്ലാവരും കൂടെ നിൽക്കും, മറ്റ് 2 പേര് ഏത് ഗ്യാങ്ങിലേക്ക് കയറാവുമെന്ന്. കാരണം ഇവർ 2 പേരും ഒരു ഗ്യാങ്ങാണ് എപ്പോഴും, ആരും ഇവിടെ പാച്ചും ചാക്കോച്ചനും കേട്ടോ. അങ്ങനെ അവരുടെ കളി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു ബെന്നുവിന് കാലുവേദന എടുക്കാവുന്നത്, കാരണം ഫസ്റ്റ് ട്രൈ ആണെന്ന് പറഞ്ഞു കുട്ടി. അപ്പോൾ ഡോണിനോടും അതെ ഭയങ്കര സന്തോഷം കേട്ടോ. അവന് എന്താ പറയുക വേറൊരു എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് കുട്ടി ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ കളിക്കുന്നത്. അവിടെ ഏഞ്ചലിൻ്റെ വീട്ടിൽ കളിച്ചിട്ടുണ്ടാവും, എന്നാലും ഇങ്ങനെ അവൻ്റെ പ്രായത്തിനൊപ്പം അല്ലെങ്കിൽ അവൻ്റെ ഉണ്ണിയോളുടെ കൂടെ എന്നാ വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ ഇവർ 2 പേര് സെറ്റ് കൂടി മാമ്പഴമൊക്കെ കൊണ്ടിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഞാനതാ പറഞ്ഞത് എപ്പോൾ നോക്കിയാലും ഇവരങ്ങനെയാണ്. അങ്ങനെ ടൈം 3 o'clock ആയി എന്ന് പറഞ്ഞു. അപ്പോൾ അവന് 2 വീലർ മേടിക്കാനൊരു കൊതി. എന്നാൽ ശരി 2 വീലർ അങ്കിൾ ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് ഡോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2 വീലർ ഓടിച്ചു. അങ്ങനെ പിന്നെ കുട്ടിയെ കൊണ്ടുവന്നാക്കിട്ടോ. അപ്പോൾ ബെന്നൂട്ടനും അത് ഫോട്ടോ എടുക്കാൻ നിൽക്കണ പോസാണ് വണ്ടിയും കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുത്ത് കുട്ടികളുടെ കുറച്ച് ഫോട്ടോസ് ഡിവൈൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവർ പോയി. അത് പോയി കഴിഞ്ഞപ്പോൾ കിടക്കണതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് അല്ല, എന്നാൽ നല്ല സ്റ്റോൺസും കാര്യങ്ങളുള്ള ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അധികം വിലയൊന്നുമില്ല. പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പ്ലേറ്റിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളും ഉണ്ടാവും. ഇത് AD സ്റ്റോൺസിൻ്റെ തന്നെ നല്ല ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. അപ്പോൾ അതാണ് അഡ്രസ്സും നമ്പർ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സുഖമായിട്ട് എല്ലാവരും സുഖമായി കിടന്ന് ഉറങ്ങി കേട്ടോ. എനിക്ക് കിടന്നത് എന്നെ ഓർമ്മയുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഞാൻ 6:45 ആയിട്ടുണ്ട് എണീക്കുമ്പോൾ. എണീറ്റ് നോക്കുമ്പോൾ ഡോൺ ഞാവൽപ്പഴം തിന്നുക. സൂപ്പർ ഞാവൽപ്പഴമായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക നല്ല ഫ്ലഷും നല്ല ഒരു ടേസ്റ്റും ഒക്കെയുള്ള നല്ല ഞാവൽപ്പഴം. ഭാഗ്യത്തിൽ നമ്മൾ അധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അയ്യോ കുറച്ചുകൂടി വാങ്ങാമായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിയതാണ് ഞങ്ങൾക്ക് മറ്റേ ഡെലീഷ്യസിൻ്റെ ചിക്കൻ്റെ. പക്ഷേ ഇന്നലെ പോയപ്പോൾ അത് കിട്ടിയില്ല. അപ്പം തന്നെ ആ കുട്ടി പറഞ്ഞു ആൻറ്റിക്ക് അത് കണ്ട വഴിക്ക് വാങ്ങിക്കായിരുന്നില്ലേന്ന്. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം മുളക് ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നോക്കിയപ്പോൾ ഇന്നലെയും ബണ്ണ് വാങ്ങിയിട്ട് അതിൻ്റെ 2 ദിവസം മുമ്പ് പോയപ്പോഴും ബണ്ണ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുളകിന് വലിയ പ്രശ്നമില്ല, നാളെ ആയാലും കുഴപ്പമില്ല. ബണ്ണ് ഇനി 2 സെറ്റായിരിക്കണം, കേടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ക്രീം ഉണ്ടാക്കി. അപ്പോൾ കുട്ടികൾക്ക് ക്രീം ബണ്ണ് ഇഷ്ടമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ക്രീം ബണ്ണ്, അപ്പോൾ കുറേ പേര് പറയും നിങ്ങൾ ഇങ്ങനെ ക്രീം ബണ്ണ് വാങ്ങിക്കൊടുക്കല്ലേ എന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ക്രീം ബണ്ണ് കേട്ടോ. ഇതിൽ വേറെ ഒന്നുമില്ല. പഞ്ചസാര ഞാൻ ആദ്യം ഒന്ന് പൊടിച്ചു കേട്ടോ, കാരണം കട്ടയാവണ്ട വെച്ചിട്ട് പഞ്ചസാര അത് വേണമെന്നില്ല, എന്നാലും ഞാൻ ചെയ്ത സംഭവമാണ്. പഞ്ചസാര പൊടിച്ചു, അതിൽ മറ്റേ പാൽപ്പൊടി ഇട്ടു, അത് കഴിഞ്ഞ് ബട്ടർ, അത് കഴിഞ്ഞിട്ട് പാലിലാണ് ഇത് മുഴുവൻ മിക്സ് ചെയ്തത്. വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാം, പക്ഷേ വേണമെന്നില്ല. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ്. ആ പാൽപ്പൊടിയുടെ ആ ഒരു ഫ്ലേവറാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ബട്ടറും അലിഞ്ഞ്
പിന്നെന്താ പറയുക, പഞ്ചസാരയുടെ അലിവും പിന്നെ പാലൊഴിക്കുമ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടു വേണം ഒഴിക്കാൻ. കുറേശ്ശെ ഒഴിച്ചിട്ട് ആ ടെക്സ്ചർ ഓക്കെ ആവണ വരെ ഒഴിക്കാവൂ. വല്ലാണ്ട് ലൂസായി കഴിഞ്ഞാൽ നമുക്കത് വെക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി ബട്ടർ ഒന്ന് ലൂസാവും. പിന്നെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബ്രെഡ് ഒന്ന് ആവി കയറ്റിയിട്ടാണ് എടുത്തത്. അപ്പോഴേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ മറ്റേ കുഞ്ഞ് ബണ്ണ് അവിടെ ഉണ്ട്, ഇതാണ് ആദ്യം വാങ്ങിയത്. അപ്പോൾ പിന്നെ ആദ്യം കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സെറ്റിൽ 4 എണ്ണ. അപ്പോൾ ഞങ്ങൾക്ക് മുറിച്ച് കഴിഞ്ഞാൽ 8 പേർക്ക് കറക്റ്റ് ഇതാണ്. അങ്ങനെതാ ഞാനും ഡിവൈനും കൂടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. അപ്പുറത്ത് ഡിമ്പിളാണ് കുട്ടികളുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഷിഫ്റ്റാണ്. അങ്ങനെ 8 ആൾക്ക് ആക്കിയതിന് ശേഷം ഞങ്ങൾ ആദ്യം കഴിച്ചത് അതാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിവൈൻ വീണ്ടും ചോദിച്ചു മറ്റേ ഇത് ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട, കാരണം ഓൾറെഡി സമയം 7:30 8 ആവാറായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ മറ്റേത് അടിച്ചു, നമ്മളുടെ കീമ അടിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾ പറഞ്ഞത് കട്ട്ലറ്റ് വേണ്ട, അത് കൂട്ടിയിട്ട് നമുക്ക് പൊറോട്ട കഴിക്കാമെന്ന്. എന്നാൽ ശരി അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കീമ ഉണ്ടാക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ സമോസ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കീമ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ, എന്നാൽ പിന്നെ കുറച്ച് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷീറ്റ് എടുത്തെങ്കിലും ഷീറ്റ് ഒന്നിനോടൊന്ന് ഒട്ടിയിട്ട് ഒട്ടും എനിക്ക് എടുക്കുക കുറച്ച് നേരത്തെ നമ്മൾ പുറത്തെടുത്ത് വെച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ. പക്ഷേ ഞാൻ എങ്ങനെ ട്രൈ ചെയ്തിട്ടും കിട്ടണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അതവിടെ കിടക്കട്ടെ എന്ന് ചോദിച്ചാൽ. എന്നാലും ഞാൻ അതിൽ നിന്ന് 2-3 ഷീറ്റ് കട്ടിയിലുള്ളതായാലും ഒന്ന് അതിൻ്റെ ഉള്ളിൽ മറ്റേ ഈ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഒരു 5 എണ്ണം ഞങ്ങൾക്ക് 5 പേർക്കുള്ളത് വറുത്തെടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ മറ്റേ ഈ ഇത് ഷീറ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾ ആദ്യം കംപ്ലീറ്റ് വലിച്ചു വരിയിട്ടു. അപ്പോൾ അത് വഴക്കൊക്കെ കേട്ട് പിന്നെ ടി വി വെച്ച് കൊടുത്ത് അവരവിടെ ഇരുന്നു. അപ്പോൾ അത് കണ്ടില്ലേ ഭയങ്കര ശ്രദ്ധയിലായിരുന്നു കാണുന്നത്. കാരണം നമ്മുടെ ഡയാന റോമയാണ്. അപ്പോൾ അവരുടെ പണ്ടത്തെ ഒരു വീഡിയോ ആണ്. അവർ ഇപ്പോൾ വലിയ കുട്ടികളായി, ഇപ്പോൾ ഇത് കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോഴത്തേന് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവരുടെ ചിരിയും ബഹളമൊക്കെ ആയി. പിന്നെ എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് ഈ ചാനൽ നല്ലതാട്ടോ. കുട്ടികൾ ഞാൻ ഇതിനൊരു ഇതായിട്ടല്ല, നമ്മളുടെ കുട്ടികളുടെ കണ്ടിട്ടുള്ള ഇതുകൊണ്ട് പറയേണ്ടതാണ്. ഡയാന റോമ നല്ലതാണ്, കുട്ടികൾക്ക് ഓരോന്ന് പഠിക്കാനും ഒക്കെ. എന്നെ സംബന്ധിച്ച് നമ്മളുടെ 3 കുട്ടികൾക്കും അത് കാണുമ്പോൾ ഭയങ്കര എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. ഓരോന്നും നമ്മൾ പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ ഓരോന്നും അറിയാം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ പിള്ളേർസിൻ്റെ ഭക്ഷണം ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളതേ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ പൊറോട്ട ഓരോന്ന് വാങ്ങിക്കുക ചെയ്ത്, കാരണം അതിനുള്ള വയറേ ഉള്ളൂ. അപ്പോൾ അതും കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് എല്ലാവരും കിടക്കാൻ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതും കൂടി കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ കിടക്കാൻ പോണതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പണികളും ബാക്കിയുണ്ട്. ഞാൻ പറയാറില്ലേ, ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഓടിപ്പോകാൻ പറ്റില്ല. ഞാൻ തെറ്റി പറഞ്ഞതാണ് കിടക്കാൻ പോയി കേട്ടോ. പിന്നത്തെ പണിയാണ് ഞങ്ങൾ പിള്ളേരുകൾ പോയി റൂമുകളിൽ പോയതിന് ശേഷമാണ് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അതായത് ഡോൺ പിള്ളേരെയും കൊണ്ട് മുകളിലേക്ക് പോവും, ഡാഡി പാച്ചുനെയും കൊണ്ട് റൂമിലേക്ക് പോവും. പിന്നെയാണ് ഞങ്ങളുടെ 3 പേരുടെ മെയിൻ പണികൾ, അതായത് ക്ലീനിങ്. നിങ്ങൾക്കറിയാമല്ലോ ഈ 3 കുട്ടികൾ, ഞങ്ങൾ 8 പേരുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഞങ്ങളെല്ലാവരും കൂടി കൂടുമ്പോഴത്തെ ഒരു മേളം നിങ്ങൾക്കറിയാം. പിന്നെ പുറത്ത് 3 പേരുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂടുമ്പോൾ നല്ല മേളമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ അകത്തുണ്ടാകുമ്പോൾ അതനുസരിച്ച് കുട്ടികളാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഓരോന്ന് വലിച്ചു വാരിക്കെടുക്കുമ്പോൾ. പിന്നെ എനിക്ക് തോന്നി അതങ്ങനെ ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം, നമുക്ക് പിന്നീടായാലും ശരിയാക്കാമല്ലോ എന്ന് തോന്നി. അതേ പറ്റുള്ളൂ, കുട്ടികളല്ലേ, അവർക്ക് എന്താ പറയുക, കളിച്ചും ചിരിച്ചും വേണ്ടേ വലുതാവാനായിട്ട്. പക്ഷേ ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും, വടിയൊക്കെ എടുക്കേണ്ടി വരും. എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരൊക്കെ പോയതിന് ശേഷം ഡിവൈൻ റോബോട്ടിനെ ഇറക്കി വിടാനുള്ള പണി. ഡാഡി ഇതേ കസേരകളൊക്കെ തിരിച്ചിട്ടതിന് ശേഷം ഡാഡി പോയത് കേട്ടോ. കാരണം അപ്പുറത്തെ അറ്റത്തെ കസേര ഡാഡിക്ക് മേശ നീക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഡാഡി അത് ഹെൽപ്പ് ചെയ്തു. അതൊക്കെ ബാക്കി സാധനങ്ങളൊക്കെ വെച്ചു. ഡിംപിൾ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളുടെ വേറെ ഒന്നും ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കംഫർട്ട് വെച്ചിട്ട് ആദ്യം വെറുതെ ഒന്ന് മോപ്പ് കൊണ്ടൊന്ന് ആക്കിയെടുത്തു. അങ്ങനെയല്ല, അപ്പോൾ ഒരാൾ അടിച്ചു, ഒരാൾ വെറുതെ തുടച്ചെടുത്തു, എന്നിട്ട് റോബോട്ടിനെ അങ്ങോട്ട് ഇറക്കി വിട്ടു. എന്നിട്ട് ആ ഗ്യാപ്പിൽ ഡിംപിൾ പോയിട്ട് ഹാൻഡ് വാഷ് ചെയ്യാനുള്ള തുണികൾ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടു. അങ്ങനെ എന്നിട്ട് അവരെല്ലാവരും കിടക്കാൻ പോയി. ആ സമയത്താണ് ഞാൻ പിന്നെ ഒന്ന് ഉണങ്ങിയെന്ന് കാണുമ്പോൾ റോബോട്ട് കയറി കഴിയുമ്പോൾ ഞാൻ അതാത് സ്ഥാനങ്ങളിലിട്ടിട്ട് പിന്നെ എൻ്റെ ഒരു ബാക്കി പരിപാടികൾ കേട്ടോ. ഇവരുടെ എല്ലാം കഴിഞ്ഞ് പോയതിന് ശേഷം എൻ്റെ വക ഒരു ഒതുക്കൽ. കാരണം റോബോട്ട് ശരിക്കും കുറേ അധികം നേരം ഉണ്ടാവും.
എല്ലാതും ക്ലീൻ ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ചെയ്യണ പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം എഡിറ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്യുക, പാക്ക് ചെയ്യാനുള്ളത് പാക്ക് ചെയ്യുക. ഇന്നിപ്പോൾ പാക്ക് ചെയ്യായിരുന്നില്ല, കാരണം ഈ മേശപ്പുറത്ത് മൊത്തം കസേരകൾ മടക്കി വെച്ചേക്കാം. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഇറക്കി വെച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു, ഡാഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ ചെയ്തോളാം, താൻ ചെയ്യണ്ട, കാരണം എനിക്കത് ആ മേശ വലിച്ചിട്ട് അതിൻ്റെ ഇടയിലേക്കൊക്കെ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാൻ ചെയ്തോളാം. അതപ്പോൾ അതവിടെ വെച്ചു. ബാക്കിയുള്ള എല്ലാ പരിപാടികളും ദാ കഴിഞ്ഞു. ഒരുവിധമൊക്കെ കുട്ടികൾ ചെയ്തിട്ടാട്ടോ കിടന്നത്. അപ്പോൾ ബാക്കി തൊട്ടിലൊടുക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ ഞാൻ ചെയ്തു. അപ്പോൾ ചെയർ ഇവിടെയായിരുന്നു, ഇവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ അതും ഇരുന്നിട്ട് അവർ ചാരുമ്പോൾ ചെയർ ബാക്കിലേക്ക് പോകണം. അപ്പോൾ ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കണ്ടു, അതുവരെ വലിച്ചു വാരി അഴുക്കും ഒക്കെ ആയിരുന്ന വീട് ഇതാ വൃത്തിയായി. ഡിംപിൾ റൂമിൽ എല്ലായിടത്തും സ്പ്രേ ഒക്കെ അടിച്ച് ഇതാ അവൾ കിടന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി ദിവസം എന്ന് പറയാം. ബഹളങ്ങളോട് കൂടിയ ഒരു കാറ്റത്തെ കിളിക്കൂടെന്ന് പറയും ഞാൻ. ആ ഒരു അവസ്ഥയാണ് ഈ വീട്. എന്നും ഇതുപോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.